നാളെ ഖബറിൽ കിടക്കുമ്പോഴും ആ ഖബറിൽ കഴിച്ചു കൂട്ടുമ്പോഴും ആരോരുമില്ലാത്ത ഇരുട്ടറയിൽ കഴിയുമ്പോഴും അള്ളാഹുവിനെ വിനയപ്പെടേണ്ട അവസ്ഥ നമുക്കുണ്ട്. അവിടെയും നമുക്ക് ബാധ്യതയുണ്ട്. കാരണം അവിടെ വരികയാണ് ആരെയാണടാ നീ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന മലക്കുകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. മൻ റബ്ബുക് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഖബറിൽ ആരുമില്ലാതെ കിടക്കുന്ന നേരത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മലായികത്തുകൾ ചോദിക്കും, ഈ റസൂലിന്റെ കാര്യത്തിൽ നീ എന്താണ് മനസ്സിലാക്കിയത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. മാത്രമല്ല, ആ ഖിയാമത്ത് നാളിൽ പരകോടി മനുഷ്യർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസത്തിൽ ആ കുടിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റിട്ട് തലയിലെ മണ്ണ് തട്ടിയിട്ട് യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ആരാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടത് എന്ന് ചോദിച്ചമ്പരന്ന് നിൽക്കുമ്പോ ആരും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണെന്ന് അവരോരോരുത്തരും തിരിച്ചറിയുന്ന നേരത്ത്, അള്ളാഹുവിന്റെ മുന്നിലേക്ക് റബ്ബിന്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടുന്ന നേരത്ത് യൗമ യദ്ഉല്ലാഹുൽ ഖൽഖ കുല്ലഹും ഇല സുജൂദ്, അവിടെ വിളിക്കപ്പെടുകയാണ് സുജൂദ് ചെയ്യാൻ. ജല്ല ജലാലായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവിടെയും വിളിക്കുകയാണ്. ഫയസ്ജുദുൽ മുഅ്മിനൂന, മുഅ്മിനുകൾ മുഴുവനും സുജൂദിൽ വീഴുകയാണ്. വയബ്കൽ കുഫാറു വൽ മുനാഫിഖൂന ലാ യസ്തതിഊന സുജൂദ, ദുനിയാവിൽ സുജൂദ് ചെയ്യാത്ത, ദുനിയാവിൽ അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കാത്ത, കുമ്പിടാത്ത കുഫാറുകളും മുനാഫിഖുകളുമായ ആളുകൾക്ക് ആഖിറത്തിൽ സുജൂദ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ നടുവ് വളയുന്നില്ല, അവർക്ക് കുനിയാൻ കഴിയുന്നില്ല. ലാ യസ്തതിഊന സുജൂദ, സുജൂദിന് കഴിയാതെ അവർ നിൽക്കുകയാണ്.